വല്ലാത്ത ചൂടിലാണ് സംസ്ഥാനം അല്ലേ. വരും ദിവസങ്ങളിലും ചൂടിന് ശമനം ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് കടന്ന് റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. എന്നാൽ പവർ കട്ടോ നിരക്ക് വർധനവോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. കടുത്ത ചൂടിൽ ജനജീവിതം ദുസ്സഹമായി. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്, 40 ഡിഗ്രി. കൊല്ലത്ത് 38 ഡിഗ്രിയും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയായും താപനില ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രിയാണ് താപനില. ചൂട് കൂടുതലാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ചൂട് ഓവറാണ്. കഴിഞ്ഞ വർഷത്തിനെക്കാളും ചൂട് ഇപ്പോൾ കൂടുതൽ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാര്യം വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇത്രയും നല്ലൊരു ചൂട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു ചൂട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ആവട്ടെയാണ് ഞാൻ ഓടുന്നത്, പക്ഷേ ഓടാൻ പറ്റുന്നില്ല. കൊടും വേനലിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി. ഇന്നലെ 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു ഉപഭോഗം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും സ്ഥിതി ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര യോഗമെന്നും മന്ത്രി. ഇപ്പോൾ തൽക്കാലം നമ്മളതിനെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് നാളെ അതിൻ്റെ അവലോകനങ്ങളുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. AC-യേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അസഹനീയമായ തോതിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.